ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് നേഴ്സ്, അതുപോലെ സ്റ്റൈപ്പൻഡറി ട്രെയിനി, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, സ്റ്റൈപ്പൻഡറി ട്രെയിനി ഓർ ടെക്നീഷ്യൻ തുടങ്ങിയിട്ടുള്ള കാറ്റഗറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കെന്ന് വെച്ചാൽ നമുക്ക് IT, അതുപോലെ ഡിപ്ലോമ, അതോടൊപ്പം തന്നെ ഗ്രാജുവേഷൻ, അത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട്. ഫ്രഷർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വിശദമാക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 63K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സ് വെച്ചാൽ നമുക്ക് 1 lakh പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചാനലിൽ എത്താൻ പറ്റും. 1 lakh സബ്സ്ക്രൈബറാണ് നമ്മുടെ ആദ്യത്തെ എയിം. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ GDSൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ 3 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് നമുക്ക് 16/7, നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന ദിവസം തന്നെയാണ്. 16/7 മുതൽ നിങ്ങൾക്ക് 5/8 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 5/8 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് 5/8 ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന വേക്കൻസികളെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കതിൻ്റെ സൈറ്റിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് 2 കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. 2 അല്ല, 4 കാറ്റഗറി ആയിട്ടാണ്. ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം, നേഴ്സ് എന്ന് പറയുന്നത്. നേഴ്സിന് ഇപ്പോൾ PWD കാൻഡിഡേറ്റ്സിന് മാത്രം ഒരു റിസർവ്ഡ് വേക്കൻസിയാണുള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള പോസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്റ്റൈപ്പൻഡറി ട്രെയിനി, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, അതുപോലെ ഡിപ്ലോമ ഹോൾഡേഴ്സിനുള്ളത്, അല്ലെങ്കിൽ സയൻസ് ഗ്രാജുവേറ്റിനുള്ളത്, അങ്ങനെയുള്ള കാറ്റഗറി. അതായത് സയൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഡിപ്ലോമ, അത് ഞാൻ ഏതൊക്കെ ഡിസിപ്ലിനാണെന്ന് പറയാം കേട്ടോ. ടോട്ടൽ 10 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് കാറ്റഗറി 2 വന്നിരിക്കുന്നത് സ്റ്റൈപ്പൻഡറി ട്രെയിനി. ഇതിൽ നിങ്ങൾക്ക് 59 വേക്കൻസി ഉണ്ട് കേട്ടോ. ഇതിൽ IT കഴിഞ്ഞവർക്കുള്ള വേക്കൻസികളാണ്. പിന്നെ എക്സ്റേ ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട്, അതിലൊരു വേക്കൻസി ഉണ്ട്. ആ ഒരു വേക്കൻസി ജനറലിനാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ 4 കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കാം. അപ്പം ഇവിടെ കാണാം, നേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിൽ ഒരു വേക്കൻസി, അത് ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയിട്ടുള്ളൊരു വേക്കൻസിയാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് അടുത്ത് നമുക്ക് കാറ്റഗറി 1 സ്റ്റൈപ്പൻഡറി ട്രെയിനി, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, നേരത്തെ പറഞ്ഞ ഡിപ്ലോമ ഹോൾഡേഴ്സ്, അതുപോലെ സയൻസ് ഗ്രാജുവേറ്റിന് ടോട്ടൽ 10 വേക്കൻസിയാണ്. അവിടെ റിസർവ്ഡ് വേക്കൻസി കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്റ്റൈപ്പൻഡറി ട്രെയിനി കാറ്റഗറി 2 ആണെങ്കിൽ 59 വേക്കൻസി ഉണ്ട് കേട്ടോ. ഈ പറയുന്ന ST കാൻഡിഡേറ്റ്സിന് അതിൽ റിസർവ്ഡ് വേക്കൻസി ഇല്ല, പക്ഷേ ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ജനറൽ വേക്കൻസി അതിൽ വരുന്നത് നമുക്ക് 28 വേക്കൻസി അതിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എക്സ്റേ ടെക്നീഷ്യനിൽ ഒരു വേക്കൻസി, അത് ഈ പറഞ്ഞിരിക്കുന്ന ജനറൽ വേക്കൻസിയാണ്. ഏത് കാൻഡിഡേറ്റ്സിനാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നിലവിൽ വന്നിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസികളാണെങ്കിലും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ ഒരു വർഷം വരെ എന്ത് ചെയ്യും, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ നമുക്ക് സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഡിസിപ്ലിൻ വൈസ് വേക്കൻസിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി നമ്പർ സ്റ്റൈപ്പൻഡറി 1 സ്റ്റൈപ്പൻഡറി ട്രെയിനോ, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഡിപ്ലോമ ഹോൾഡേഴ്സിൻ്റെ വേക്കൻസികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 4 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വേക്കൻസി ഇപ്പം നിലവിലുള്ള വേക്കൻസിയാണ്. ഇവിടെ എനിക്ക് ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ, ബാക്ക്ലോഗ് വേക്കൻസി പറഞ്ഞാൽ മുൻപത്തെ റിക്രൂട്ട്മെൻറ്റിൽ ഫില്ലാവാത്ത വേക്കൻസിയാണ് കേട്ടോ. ബാക്ക്ലോഗ് വേക്കൻസി കഴിഞ്ഞ തവണയുള്ള വേക്കൻസിയാണ്. അത് നമുക്കൊരു വേക്കൻസി, ഈ പറയുന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഒരു വേക്കൻസിൻ്റെ, അത് ഈ പറയുന്ന ഒരു വേക്കൻസിയാണല്ലോ കേട്ടോ. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ അത് നമുക്ക് ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിനാണ് കേട്ടോ, റിസർവ്ഡ് വേക്കൻസിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക്സിലുള്ള അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അതിലേക്ക് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെയുള്ള വേക്കൻസി ഉണ്ട് ഇവിടെ. അപ്പോൾ അതിലേക്കൊക്കെ എന്ത് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ OBC SC/ST ഒക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ അടുത്ത വന്നിരിക്കുന്നത് കാണാം, കാറ്റഗറി 1 സ്റ്റൈപ്പൻഡറി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, സയൻസ് ഗ്രാജുവേറ്റിനുള്ള വേക്കൻസിയാണ്. അതിൽ നമുക്കൊരു 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതിൽ 1 OBC, 1 EWS, 1 ജനറലിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. വേക്കൻസിയുടെ എണ്ണം കൂടാനും കുറയാനൊക്കെ സാധ്യത നിങ്ങൾ നോക്കി വേണ്ട കേട്ടോ. ഓക്കെ, അങ്ങനെ 10 വേക്കൻസിയാണ് ടോട്ടൽ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി 1 സ്റ്റൈപ്പൻഡറി ട്രെയിനി അല്ലെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൽ നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് BSc ഫിസിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഞാൻ പറയാം. ഇതിനടുത്ത് നിങ്ങൾക്കൂടെ കാറ്റഗറി 2 സ്റ്റൈപ്പൻഡറി ട്രെയിനിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫിറ്ററിൽ 10 വേക്കൻസി വന്നിട്ടുണ്ട്. ഇലക്ട്രീഷ്യനിൽ 8 വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിങ്ങൾക്ക് 12 വേക്കൻസി. പിന്നെ ബാക്ക്ലോഗ് വേക്കൻസി ഒന്നുണ്ട്, അത് PWD കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് കേട്ടോ. അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അതിൽ IT കഴിഞ്ഞിരിക്കുക അപ്ലൈ ചെയ്യാം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം. ഇതിനടുത്ത് സ്റ്റൈപ്പൻഡറി ട്രെയിനി നിങ്ങൾക്ക് ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്. അതിലൊരു 29 വേക്കൻസി ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഈ പറയുന്ന 29 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത്.
അപ്പോൾ ഇത്രയാണ് ഡിസിപ്ലിൻ വൈസ് അല്ലെങ്കിൽ ഈ പറയുന്ന സബ്ജക്ട് വൈസ് വേക്കൻസി നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ നമുക്ക് അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നഴ്സിൻ്റെ ആണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ +2 പാസ്സായിരിക്കുക, പ്ലസ് എന്താണ് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് 3 വർഷം ഡ്യൂറേഷനുള്ള. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നഴ്സിംഗിലുള്ള സർട്ടിഫിക്കറ്റും 3 ഇയർ എക്സ്പീരിയൻസ് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആംഡ് ഫോഴ്സ് എന്ന് ഈ പറയുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് ക്ലാസ് 3 ആൻഡ് എബോവ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതോടൊപ്പം നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം കേട്ടോ. അതിലുള്ള കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റൈപ്പൻഡറി കാറ്റഗറി 1 സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് നിങ്ങൾക്ക് കാണാൻ ഡിപ്ലോമ ഹോൾഡേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനാണ്. അപ്പം നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അത് ഈ പറഞ്ഞ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന SSLC അല്ലെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞിട്ട് 3 വർഷം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ലാറ്ററലിലൂടെ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അതായത് +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ലാറ്ററലിലൂടെ 2 വർഷം എന്താണ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഈ സെയിം ഡിസിപ്ലിനാണ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതെല്ലാം 2 വർഷം പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അത് +2 കഴിഞ്ഞിട്ട് നിങ്ങൾ 2 വർഷം പഠിച്ചവരായിരിക്കണം. എന്നാലും ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ITI കഴിഞ്ഞ് 10ാം ക്ലാസ് ITI കഴിഞ്ഞിട്ട് ലാറ്ററലിലൂടെ നമ്മൾ ഡിപ്ലോമ 2 വർഷം പഠിക്കുമല്ലോ, അങ്ങനെയുള്ളവർ ഇതിലേക്ക് എലിജിബിൾ അല്ല കേട്ടോ. +2 കഴിഞ്ഞിട്ട് ലാറ്ററലിലൂടെ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർ എലിജിബിൾ ആണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 ഇതിലേതെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത് നമ്മൾ കേരള സ്റ്റേറ്റ്സ് ബോർഡാണെങ്കിലും ഇനി ഏത് ബോർഡാണെങ്കിലും നമ്മളത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതിനടുത്ത് അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അത് നിങ്ങൾ 3 വർഷം പഠിച്ചവരാണെങ്കിലും 2 വർഷം പഠിച്ചവരാണെങ്കിലും പറഞ്ഞ രീതിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇതിനടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് കാറ്റഗറി 1 സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൽ നിങ്ങൾക്ക് സയൻസ് ഗ്രാജുവേറ്റ് എന്നുള്ള ആ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കണം, BSc കഴിഞ്ഞിരിക്കണം, 60% മാർക്ക് ഉണ്ടായിരിക്കണം. BScയിൽ നമ്മൾ ഫിസിക്സ് പ്രധാന സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ സബ്സിഡിയറി സബ്ജക്റ്റായിട്ട് നമ്മൾ ഒന്നെങ്കിൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസോ ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ എന്താണ് സബ്സിഡിയറി ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടായിരിക്കുന്നു. അതായത് BSc ഫിസിക്സ് ആണ് നിങ്ങൾ കഴിഞ്ഞിരിക്കേണ്ടത്. ആ BSc ഫിസിക്സ് ഒരു പ്രധാന സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. പ്ലസ് എന്താണ് അഡീഷണൽ ആയിട്ട് നിങ്ങൾ സബ്സിഡിയറി സബ്ജക്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കണം. ഓക്കെ, ഇനി അതെല്ലാം നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് PCM എന്നുള്ള രീതിയിൽ നമ്മൾ BSc കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈക്വൽ വെയിറ്റേജിൽ പഠിച്ച അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഈ പറയുന്ന BSc മാത്തമാറ്റിക്സ് ഒന്നും പഠിച്ചവർക്ക് പ്രധാന സബ്ജക്റ്റായി പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ +2 ലെവലിൽ നമ്മൾ മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷൻ പാട് അതിലുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് +2 ലെവലിൽ നമ്മൾ മാത്സ് പഠിച്ചതായിരിക്കണം. BSc നമ്മൾ ഈ മുകളിൽ പറഞ്ഞ രീതിയിലും പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും പാടെ ഒത്തിണങ്ങിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ജസ്റ്റ് +2 മാത്സ് പഠിച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ +2 നമ്മൾ മാത്സ് പഠിച്ചിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ BSc എന്താണ് ഫിസിക്സ് പ്രധാന സബ്ജക്റ്റായിട്ട് പഠിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് സബ്സിഡിയറി ആയിട്ടും പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് എന്താണ് ഈ പറയുന്ന 10th ലെവലോ അല്ലെങ്കിൽ 12th ലെവലോ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് കാറ്റഗറി 2 ആണ്. നിങ്ങൾക്കൂടെ കാണാം സ്റ്റൈപ്പൻഡറി ട്രെയിനി. ഇതിൽ നമുക്ക് വിളിച്ചിരിക്കുന്നത് ജസ്റ്റ് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് ഈ പറയുന്ന 10ാം ക്ലാസ്സിൽ നമുക്ക് സയൻസ് സബ്ജക്റ്റിനും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിനും നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സയൻസ് സബ്ജക്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യണം 50% മാർക്ക് ഉണ്ടായിരിക്കണം. ദെൻ മാത്തമാറ്റിക്സിൽ നമുക്ക് എന്ത് ചെയ്യണം 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നമുക്ക് ആ മാർക്ക് ലഭിച്ചിരിക്കണം 50% എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. പ്ലസ് അഡീഷണൽ ആയിട്ട് നമുക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള ITI പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഇനി 1 വർഷം കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഞാൻ പറയാം കേട്ടോ. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഈ പറയുന്ന ട്രേഡുകളാണ്. ഫിറ്ററിലോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിലോ നിങ്ങൾ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ 10ാം ക്ലാസ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ സയൻസ് സബ്ജക്റ്റുകൾക്ക് 50% മാർക്ക് ഉണ്ടോ നോക്കുക സെപ്പറേറ്റ് ആയിട്ട്. ദെൻ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് 50% മാർക്ക് ഉണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് എന്താണ് 2 വർഷം ITI ഇല്ല, നിങ്ങൾ 1 വർഷം ഡ്യൂറേഷനുള്ള ITI ആണ് പഠിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്
അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് 1 വർഷം ഡ്യൂറേഷനുള്ള ITI ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് എന്ന് കേട്ട് നിങ്ങൾ ഞെട്ടണ്ട. നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നത് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് 1 ഇയർ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ ITI കഴിഞ്ഞിട്ടുള്ള അപ്രന്റീഷിപ്പ് ട്രെയിനിങ് അത് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പല വിദ്യാർത്ഥികളോടും പറയുന്നുണ്ട് അപ്രന്റീഷിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ എലിജിബിലിറ്റി അല്ലേ, നമുക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് വേണ്ട സ്ഥാനത്ത് നമുക്കത് ഉപകരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെയാണ്, വെറുതെ നമ്മൾ തള്ളി മറിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് അവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇംഗ്ലീഷ് സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കുന്നതാണ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒന്നുകൂടെ ജസ്റ്റ് ഇന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. ഈ പറയുന്ന കാറ്റഗറി സെക്കൻഡ് സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എന്ത് വേണം, നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റിൽ 50% മാർക്കുകൾ വേണം. അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് 50% മാർക്ക് വേണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ITI ആണ്. 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുക. പ്ലസ് എന്താണ് 1 വർഷം ഡ്യൂറേഷനുള്ള ITI ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി 1 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. ഇത്രയുമാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അടുത്ത് നമുക്ക് കാറ്റഗറി സെക്കൻഡ് സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് ഓപ്പറേറ്റർ ആണ്. ഇതിൽ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സയൻസ് സ്ട്രീമിൽ നമ്മൾ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ +2 നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ +2 ലെവലിൽ പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ടോട്ടൽ പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ +2 പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്നുള്ളതാണ്, നമുക്ക് പ്രശ്നമില്ല, നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇതിന് അടുത്ത് നമുക്ക് എക്സ്റേ ടെക്നീഷ്യനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് +2 പാസ്സായിരിക്കും, 60% മാർക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ സയൻസിലായിരിക്കണം +2 പാസ്സായിരിക്കണം കേട്ടോ, സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചവരായിരിക്കണം. പ്ലസ് നമുക്ക് എന്താണ് 1 ഇയർ മെഡിക്കൽ, റേഡിയോഗ്രാഫി അല്ലെങ്കിൽ എക്സ്റേ ടെക്നിക് ട്രേഡ് സർട്ടിഫിക്കറ്റ് അതിൽ ഏതെങ്കിലും ഒന്നും വേണം കേട്ടോ. ഓക്കെ, മെഡിക്കൽ റേഡിയോഗ്രാഫി അല്ലെങ്കിൽ എക്സ്റേ ടെക്നിക് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. വിത്ത് നമുക്ക് 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി നമുക്കിതിലേക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ഈ പറയുന്ന കാറ്റഗറി 1ൻ്റെയും 2ൻ്റെയും എന്താണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. അതായത് കാറ്റഗറി 1 നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്റ്റൈപ്പൻഡറി ട്രെയിനി സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സ് എന്നുള്ള കാറ്റഗറി ആണെങ്കിലും, ഇത് നിങ്ങൾക്ക് സയൻസ് ഗ്രാജുവേറ്റ് എന്നുള്ള കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് 160 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം കേട്ടോ. മിനിമം വെയിറ്റ് 45.5 കിലോഗ്രാംസ് വേണം. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, നിങ്ങളെ ഹൈറ്റ് ഈ വെയിറ്റും ഉണ്ടായിരിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞാൽ നമ്മൾ പെർമനൻ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ട്രെയിനിങ് നമുക്ക് ഈ പറയുന്ന കാറ്റഗറി 1 നമുക്ക് 18 മന്താണ് ഉണ്ടായിരിക്കുക. ട്രെയിനിങ് സമയത്ത് ആദ്യത്തെ വർഷം നമുക്ക് 24,000 പെർ മന്ത് ലഭിക്കും. രണ്ടാമത്തെ വർഷം നമുക്ക് 26,000 എന്നുള്ളത്, പിന്നീടുള്ള 6 മന്ത് 26,000 എന്നുള്ളതാണ് ലഭിക്കുക കേട്ടോ. 1.5 വർഷമാണ് അതിൻ്റെ ട്രെയിനിങ് വരിക. ഓക്കെ, ഇതിനടുത്ത് നമുക്ക് കാറ്റഗറി സെക്കൻഡ് സ്റ്റൈപ്പൻഡറി ട്രെയിനി ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഓപ്പറേറ്റർ ആണെങ്കിലും അതിന് ഈ നിങ്ങൾക്ക് 160 സെൻറ്റിമീറ്ററിന് ഹൈറ്റ് വേണം, 45.5 കിലോഗ്രാംസ് വെയിറ്റും വേണം കേട്ടോ. ഇതിൽ 24 മന്ത് 2 വർഷമായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാലാണ് നിങ്ങൾ പെർമനൻ്റ് ആക്കുക കേട്ടോ. 20,000 ആണ് ആദ്യത്തെ മന്തിൽ കിട്ടുക, 22,000 അടുത്ത വർഷം രണ്ടാമത്തെ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഓരോ മന്തിലും 22,000 വെച്ച് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇതിന് നല്ല സ്കെയിലുള്ള പോസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ നേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഇവിടെ പറയുന്നുണ്ട്, 18 to 30 ഏജ് ലിമിറ്റ്. ഈ പറയുന്ന റിസർവേഷൻ കാര്യങ്ങളും അതുപോലെ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. 44,900 അങ്ങനെ ഒരു പേ സ്കെയിൽ വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ കാറ്റഗറി 1 സ്റ്റൈപ്പൻഡറി ട്രെയിനി പറയുന്ന സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിലും സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിലും 18 to 25 OBC ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ എക്സ് സർവീസ്മാനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 35,400 എന്നുള്ള ആ ഒരു സ്കെയിലേക്കായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യാം. പിന്നെ അടുത്ത കാറ്റഗറി സെക്കൻഡ് നിങ്ങൾക്ക് ITI കഴിഞ്ഞവരാണെങ്കിൽ 18 to 24 കേട്ടോ ഇതിൽ വരുന്നത് ഏജ് ലിമിറ്റ്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിൽ 21,700 എന്നുള്ള അതിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. സക്സസ്ഫുള്ളി നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ. പിന്നെ എക്സ്റേ ടെക്നീഷ്യൻ ആണെങ്കിൽ 18 to 25 ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 25,000 നമ്മൾ സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേയ്മെൻറ്റ് ആ ഒരു സ്കെയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യാം.
പിന്നെ ഇതിൻ്റെ നമുക്ക് കയ്യിൽ കിട്ടുന്ന ഏകദേശം എമൗണ്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പെർമനൻറ്റ് പോസ്റ്റ് ആയി കഴിഞ്ഞാൽ 67,380 കിട്ടും. ദെൻ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 53,100. ദെൻ ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് 32,550 കിട്ടും കേട്ടോ. +2 കഴിഞ്ഞ ക്വാളിഫിക്കേഷനുള്ളവരും ഒക്കെ അതിലേക്ക് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് 32,550 കിട്ടും. ദെൻ എക്സ്റേ ടെക്നീഷ്യൻ ആണെങ്കിൽ 38,280 കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ അഡീഷണലായിട്ട് നമുക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഒട്ടനവധി അലവൻസും കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്. പിന്നെ ഇതിൻ്റെ ഇനീഷ്യൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന നെരോറ അറ്റോമിക് പവർ സ്റ്റേഷനിലായിരിക്കും എന്നുള്ളതാണ്. പിന്നെ എവിടെ വേണമെങ്കിലും അതിൻ്റെ യൂണിറ്റ് സൈറ്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. 2 സ്റ്റേജിൻ്റെ പ്രിലിമിനറി, അഡ്വാൻസ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ സ്റ്റൈപ്പൻഡറി ട്രെയിനി ഇങ്ങനെ ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിലും സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിലും അവർക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലൊരു എക്സാമാണ് ഉണ്ടായിരിക്കുക, റിട്ടൺ എക്സാമിനേഷൻ. അതിൽ നിങ്ങൾക്ക് OMR ബേസ്ഡോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡോ ടെസ്റ്റ് ആയിരിക്കും. പിന്നെ കാറ്റഗറി 2 ആണെങ്കിൽ IT അല്ലെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നവർ ആ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, പ്രിലിമിനറി ഉണ്ടായിരിക്കും, അഡ്വാൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ ഓപ്പറേറ്റർ ഇതാണ് കേട്ടോ, സോറി, ഈ പറയുന്ന +2 ക്വാളിഫിക്കേഷൻ്റെ ഓപ്പറേറ്റർ ആണല്ലോ. അപ്പോൾ അവർക്ക് ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് സ്റ്റേജ് 1, 2 പ്രിലിമിനറിയും അഡ്വാൻസും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, മറ്റേ IT കഴിഞ്ഞവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്കിൽ ടെസ്റ്റും പാട് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ്. ദെൻ എക്സ്റേ ടെക്നീഷ്യൻ ആണെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, സ്റ്റേജ് 1, സ്റ്റേജ് 2 ഉണ്ടായിരിക്കും, പ്രിലിമിനറിയും അതുപോലെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയലൊക്കെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞു കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് സൊല്യൂഷനൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം കേട്ടോ. അതൊക്കെ എത്ര മാർക്കിന് ചോദിക്കും എന്നുള്ളതൊക്കെ ജസ്റ്റ് ഓരോന്നാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ മറ്റു പ്രിലിമിനറി എക്സാമിനേഷൻ ആണെങ്കിൽ അതിൻ്റെ ഏതൊക്കെ മേഖലകളാണ് വരിക എന്നുള്ളതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു ഒരു വർഷത്തേക്ക് എന്ത് ചെയ്യും, ഇത് വെയിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, ഉദ്യോഗാർത്ഥികൾക്ക് വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വർഷം വരെ വെയിറ്റ് ലിസ്റ്റും തയ്യാറാക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ JPG ഫോർമാറ്റ് മിനിമം ഈ പറയുന്ന 10 KB മാക്സിമം 50 KB ഇടയിലുള്ള ഫയൽ സൈസിലുള്ള ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നത് 20 KB കൂടാൻ പാടില്ല സിഗ്നേച്ചർ ആകുമ്പോൾ. അപ്പോൾ അത് രണ്ട് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം ഓൺലൈനായിട്ട് ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന കാറ്റഗറി 1 ആണെങ്കിൽ നിങ്ങൾക്ക് 150 രൂപയും കാറ്റഗറി 2ഉം അതുപോലെ എക്സ്റേ ടെക്നീഷ്യൻ ആണെങ്കിൽ 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് കേട്ടോ. ഓക്കെ, എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ PWD SC/ST കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്താൽ മതി, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ SC/ST കാൻഡിഡേറ്റ്സിനൊക്കെ എക്സാം എഴുതാൻ പോയാൽ അതിൻ്റെ ആ ഒരു എന്താണ് ട്രെയിൻ ഫെയർ ഒക്കെ ആയിട്ട് ലഭിക്കും കേട്ടോ. അതൊക്കെ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇതിന് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നമ്മൾ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 16/7, ക്ലോസിംഗ് ഡേറ്റ് 5/8. ഇതിൻ്റെ ഫീ അടയ്ക്കേണ്ട ഡേറ്റും സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. +2 ഒക്കെ കഴിഞ്ഞവരുണ്ടാവുമല്ലോ സയൻസ്, അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്താണ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. പക്ഷേ ചില സമയത്ത് ഈ പറയുന്ന എക്സാം ഒക്കെ ഒരേ സമയത്തായിരിക്കും, ഒറ്റ സെഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചൂസ് ചെയ്ത് എക്സാം എഴുതണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് രണ്ടിനും എക്സാം എഴുതാൻ സമയം കിട്ടിയില്ല എന്നും വരും. കാരണം ഒറ്റ സെഷനിൽ തന്നെ ചിലപ്പം എക്സാമൊക്കെ നടത്തും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മൾ വിടല്ല, നമുക്ക് ഏതെങ്കിലും അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതായിരിച്ചാൽ നമ്മളത് എഴുതിയാൽ മതി എക്സാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചാൻസ് ഉണ്ടാവും എഴുതാൻ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേജിലേക്ക് NPCL എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാൻ പറ്റും. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാം. സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ലിങ്ക് കാണാം. ഇവിടെ ഇതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ഭാഗം കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഇനി NPCL സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യെങ്കിൽ ഇതാ ക്ലിക്ക് ചെയ്യർന്ന് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ ക്ലിക്ക് ചെയ്യർന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വേറെയും മെറ്റീരിയലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു മെറ്റീരിയൽസൊക്കെ ഇതുപോലെ PDF ആണെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുക്കുക നമ്മൾ.
അപ്പോൾ അതാ നമുക്ക് ഈ ഒരു പേജിലേക്കാണ് വരും. അപ്പോൾ നമ്മൾ ഹിന്ദി ലാംഗ്വേജാണ് ഇതിൻ്റെ പേജിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് വരുന്നത്. നമ്മളിവിടെ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു ജസ്റ്റ് അതിലൊന്ന് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷിലൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നെങ്കിൽ ഇപ്പോൾ ലോഗിൻ പേജാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള SC/ST OBCൻ്റെ ഫോമാറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതായത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ തയ്യാറാക്കിയാലേ നമുക്ക് ആ റിസർവേഷനോ ഏജ് റിലാക്സേഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ ഇനി നമ്മളിവിടെ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് ഈ പറയുന്ന എന്താണ് NPCL യൂണിറ്റിലേക്കാണ് ഇവിടെ കാണാൻ അരോറ എന്നിവിടെ കാണാം. ഇതിന് അഡ്വർടൈസ് നമ്പർ ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണെന്നുള്ളത് നിങ്ങളിത് അപ്പോൾ IT കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി സെക്കൻഡ് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഏതാണ് ഫിറ്ററി ഈ പറയുന്ന ഓപ്പറേറ്റർ ഇതിൽ ഏതാണ് +2 കഴിഞ്ഞിറങ്ങി ഓപ്പറേറ്റർ അല്ലേ അത് ഏകദേശം നിങ്ങൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ജനറൽ OBC SC/ST ഏതാഴ്ച നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോവാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ കാര്യങ്ങൾ കൊടുക്കും പേജ് ഇങ്ങനെ ലോഡായി വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിതിങ്ങനെ ഫില്ല് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പം അതെല്ലാം നിങ്ങൾ കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ചെയ്യട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കുറേ ഇരിക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, പ്രശ്നമില്ല, ഉടനെ തന്നെ ചെയ്യാം. 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കതനുസരിച്ച് ചെയ്യാം. കൂടുതൽ ആളുകളുടെ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റയുടെ ലിങ്കൊക്കെ നമ്മുടെ താഴെ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, യൂട്യൂബിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം കൂടുതലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.